ഹലോ. അപ്പം ഇന്ന് യാനിക്കുട്ടി സ്കൂളിലേക്ക് കൊണ്ടുപോകണത് ഫ്രൈഡ് റൈസാണ്. അപ്പം എൻ്റെ പൊന്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ പൊന്നിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുക ഒരു പ്രത്യേക കലയാണ്. അവൾ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അത് യാനിക്കുട്ടി ഇതാ കുളി കഴിഞ്ഞ് വന്ന ശേഷം മുക്കുറ്റിച്ചാന്ത് ഉണ്ടാക്കുക കേട്ടോ. കർക്കിടക മാസമല്ലേ, അപ്പോൾ കാരണന്മാർ പറഞ്ഞിട്ടുണ്ട് മുക്കുറ്റിച്ചാന്ത് ഇങ്ങനെ പൊട്ടായിട്ട് നമ്മൾ തൊടില്ലോ, മുക്കുറ്റിച്ചാന്തൊക്കെ തൊടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അരച്ച് നെറ്റിയിലൊക്കെ തൊട്ട് അങ്ങനെ ഇപ്പം യാനിക്കുട്ടി കൊണ്ടുപോകണത് സോയാബീൻ പൊരിച്ചതും അതുപോലെ ഫ്രൈഡ് റൈസ് ആണ്. അത് അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടുണ്ട്. അതാക്കി വെച്ച ചോറ്റുപാത്രം നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഇന്ന് വഴുതനങ്ങ പൊരിച്ചതുപോലെ മോര് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ യാനിക്കുട്ടി പുറപ്പെടലൊക്കെ ഉണ്ട്. ഞങ്ങളത് യാനിക്കുട്ടീനെ കൊണ്ടുപോകാൻ വേണ്ടി സ്കൂൾ ആക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ചെറുതായിട്ട് മഴ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് യാനിക്കുട്ടി അടുക്കളയിൽ പോയിട്ട് സ്പൂണിൽ കോരി തിന്നുന്നുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചോറ്റും പാത്രത്തിലാക്കിയിൽ ഇടയ്ക്കൊന്ന് എടുത്ത് കഴിക്കലൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്മമാരെല്ലാവരും കൂടി കുട്ടികളെ ബസ് വരുന്ന ഭാഗത്തേക്ക് ആക്കി കൊടുക്കാൻ പോകട്ടെ. അപ്പോൾ രാവിലെ ഒരു രസമാണ് അങ്ങനെ നടന്നു പോകുമ്പോൾ. അംഗനവാടി ടീച്ചറാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പൂന്തോട്ടമൊക്കെ അംഗനവാടിയുടെ മുറ്റത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി പട്ടാമ്പിയിൽ പോകണം, ഒരു കൊറിയർ അയക്കാണ്ട് ഏതോന്. അപ്പോൾ പട്ടായം പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. ടാറ്റാ, ബൈ ബൈ.